നമസ്കാരം. കോൺഗ്രസ് പാർട്ടിയുടെ ട്രബിൾ ഷൂട്ടർ ഈ കാലത്ത് DK ശിവകുമാർ ആണ് എന്ന് വിശ്വസിക്കുന്നവർ കുറച്ചല്ല. കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ ആണ് ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതെന്ന് മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ അറിയുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ മറ്റൊരു സംസാരം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതായത് കോൺഗ്രസിന്റെ പുതിയ ട്രബിൾ ഷൂട്ടറായി അല്ലെങ്കിൽ അപ്രതീക്ഷിത ട്രബിൾ ഷൂട്ടറായി വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവ് പ്രിയങ്ക ഗാന്ധിയാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യത്തിന്റെ കാര്യത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഹിമാചൽ പ്രദേശിലും സർക്കാർ താഴെ വീഴുമെന്ന ഘട്ടം എത്തിയപ്പോൾ പ്രിയങ്ക ഗാന്ധിയാണ് നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നത്. സുഖ്വീന്ദർ സുഖിനെയും മുതിർന്ന നേതാക്കളെയും ഒന്നിച്ചു നിർത്താനും പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചിരുന്നു. അതുമാത്രമല്ല പാർട്ടിക്കുള്ളിൽ വിമത നീക്കം നടത്താൻ രാജിവെച്ച് പുറത്തു പോകാനിരുന്ന വിക്രമാദിത്യ സിംഗിനെ പിടിച്ചു നിർത്തിയതും പ്രിയങ്ക ഗാന്ധി തന്നെയായിരുന്നു. വിക്രമാദിത്യ ഉയർത്തിയ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ പരിഗണനയിലുണ്ട് താനും. അതേസമയം തന്നെ UP-യിൽ സഖ്യം വന്നത് പ്രിയങ്ക ഗാന്ധി നേരിട്ട് അഖിലേഷ് യാദവിനെ വിളിച്ചതുകൊണ്ടാണ്. ഇരുവരും തമ്മിൽ ഫോണിലൂടെയാണ് ഈ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ധാരണയിലെത്തിയത്. ഇക്കാര്യം AICC UP ജനറൽ സെക്രട്ടറി അവിനാഷ് പാണ്ഡെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. UP-യിലെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഇക്കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയോട് വലിയ നന്ദി പ്രകടനം നടത്തി എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ റായ്ബറേലി എന്ന മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി എത്തുമോ എന്നതായിരുന്നു കഴിഞ്ഞ വാരമൊക്കെ ഏറ്റവും അധികം ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം. സോണിയാഗാന്ധി ഇവിടെ നിന്ന് മാറി രാജസ്ഥാനിലൂടെ രാജ്യസഭയിൽ എത്തിയതോടുകൂടി പ്രിയങ്ക ഗാന്ധിയുടെ പേരുകൾ റായ്ബറേലി ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതേസമയം തന്നെ അവിടെ വലിയ ഒരു റിസ്ക് ഉണ്ട്. കാരണം സമാജ്വാദി പാർട്ടിയുടെ MLA-മാർ ക്രോസ് വോട്ടിലൂടെ BJP-യുടെ കാൻഡിഡേറ്റിന് രാജ്യസഭയിൽ വോട്ട് ചെയ്തിരുന്നു. ഇത് കുറച്ചൊക്കെ കോൺഗ്രസിനെ പിന്നോട്ടടിക്കുന്നുമുണ്ടായിരുന്നു. എന്നാൽ ഈ റായ്ബറേലിയിലെ സസ്പെൻസ് എന്തുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും തുടരുന്നു എന്ന ചോദ്യം അവശേഷിക്കുന്നുമുണ്ട്. പ്രിയങ്ക ഗാന്ധി അവിടെ സജീവമായി തന്നെ പ്രചരണ രംഗത്ത് ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പുതിയ സാരഥിയായി പ്രിയങ്ക ഗാന്ധി എത്തുന്നതിന്റെ സൂചനയാണ് ഇത് എന്നും പാർട്ടിക്കുള്ളിലുള്ള നേതാക്കൾ തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. പ്രിയങ്ക ഹിമാചലിൽ ഇടപെട്ട രീതി പ്രവർത്തകരുടെ എല്ലാം ആത്മവിശ്വാസം ഉയർത്തുന്ന തരത്തിലുള്ളതായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി നിരന്തരം ഈ വിഷയത്തിൽ സംസാരിച്ചതും പ്രശ്നപരിഹാരത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയതും പ്രിയങ്ക ഗാന്ധി തന്നെയായിരുന്നു. BJP വീഴ്ത്താൻ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒന്നിപ്പിച്ച് നിർത്തുന്നതിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന നേതാവും പ്രിയങ്ക തന്നെയാണ്. ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത് അവിനാഷ് പാണ്ഡെയാണ്. അത്തരത്തിൽ പ്രവർത്തകരുടെയും സഖ്യകക്ഷികളുടെയും വിശ്വാസം ഒരുപോലെ നേടിയെടുത്ത ഒരു രാഷ്ട്രീയ നേതാവ് തന്നെ റായ്ബറേലിയിൽ മത്സരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെ ഒരു നേതാവിനെ തിരയുമ്പോൾ പ്രിയങ്ക ഗാന്ധി മാത്രമേ അവരുടെ മുന്നിൽ ഉത്തരമായി എത്തുന്നുള്ളൂ. പ്രിയങ്ക ഗാന്ധിക്കും റായ്ബറേലിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. ഗാന്ധി കുടുംബമല്ലാതെ ഇവിടെ മറ്റാരെങ്കിലും മത്സരിച്ചാൽ അവർ പരാജയപ്പെട്ടു പോകുമെന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. ഇന്ദിരയുടെ മണ്ഡലം എന്ന നിലയിലും റായ്ബറേലി പ്രിയങ്കയ്ക്ക് കുറച്ച് സ്പെഷ്യലാണ്. കഴിഞ്ഞ ദിവസം പ്രിയങ്കയുടെ പോസ്റ്റുകളാണ് റായ്ബറേലിയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രിയങ്ക മത്സരിച്ചാൽ മനോജ് കുമാർ പാണ്ഡെ ആയിരിക്കും എതിർ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത്. ഈ പാണ്ഡെ നേരത്തെ സമാജ്വാദി പാർട്ടിയുടെ ചീഫ് വിപ്പ് ആയിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം രാജിവെച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ BJP കളത്തിൽ ഇറക്കും റായ്ബറേലിയിൽ എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ നെടുനായകത്വം വഹിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. അതിനർത്ഥം രാഹുലിനെ വെട്ടി പ്രിയങ്ക ഗാന്ധി തലപ്പത്തെത്തും എന്ന് തന്നെയാണ്. അതിനർത്ഥം മറ്റൊന്നുകൂടിയുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയെ വെട്ടി പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ നെടുനായകത്വം വഹിക്കുമെന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഉത്തർപ്രദേശിലുള്ള അവരുടെ നിർണായകമായ ഇടപെടൽ, ഹിമാചൽ പ്രദേശിൽ നടത്തിയ നിർണായകമായ നീക്കങ്ങൾ, ഇതൊക്കെ പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂല ഘടകങ്ങളാണ് പാർട്ടിക്കുള്ളിൽ. പക്ഷേ രാജ്യം മുഴുവൻ പാർട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി കൂടി നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം ഇനി എന്താവുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.